വലിയൊരു പുണ്യം ചെയ്തൊരു നിർവൃതി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് സംഭവം ഇപ്പൊ എന്റെ ഹെൽത്ത് നേരാനേക്കാട്ടുപരി നമ്മുടെ പ്രശാന്ത് എന്റെ ഫ്രണ്ടിന് പറഞ്ഞില്ലേ, അവരെ ഹെൽത്താണ് ഇതിൽ ആകെ മാറ്റം വന്നത്. ഇപ്പൊ 2 ദിവസം ഈ ഫുഡ് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് കുറച്ച് തിരക്ക് കൂടിയപ്പോ ഫുഡ് കയറും ചെയ്തു, എനിക്ക് വന്നെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് പുള്ളി വിചാരിച്ചത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ എഫക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പുള്ളി വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 ദിവസം ഫുഡ് നിർത്തിയപ്പോഴും പുള്ളിക്ക് അതിന്റെ എഫക്റ്റ് കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പൊ പുള്ളി ഇപ്പൊ അത് എല്ലാവരുടെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇത് എല്ലാം ഇതിനെ കുറിച്ച് ഇപ്പൊ എല്ലാ ആളുകളോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷമുള്ള കുറെ കാര്യങ്ങൾ പങ്കുവച്ചു. നിങ്ങൾ ഈ വെങ്ങാട് ന്യൂട്രീഷൻ സെന്ററിൽ വരാനും ഇതിനൊരു കാരണക്കാരനായ ഒരാളുണ്ടാവുമല്ലോ, അദ്ദേഹം ആരാണ്? അത് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബാബു സ്റ്റുഡിയോ നടത്തുന്ന സ്റ്റുഡിയോ നടത്തുന്ന ബാബു സർ. പുള്ളിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോ പുള്ളിയുടെ ആ ഒരു രൂപമാറ്റം കാര്യങ്ങളും അദ്ദേഹത്തിന്റെ രൂപമാറ്റം എന്താ തോന്നിയത്? രൂപമാറ്റം, അയാള് സ്കിന്നൊക്കെ മാറി, അയാള് കുറച്ചുകൂടി യങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യത്തിൽ നിന്നൊക്കെ കുറച്ച് മാറി, ആദ്യം കുറച്ച് ഫാറ്റൊക്കെ ആയിട്ട് നമ്മളെ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ആളൊന്നുകൂടി ഒരു ഇതായിട്ടുണ്ട്, ഒതുക്കായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പറഞ്ഞു. പോഷകാഹാരം കഴിച്ചിട്ട് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം പുള്ളിക്ക് ഒരുപാട് കുടുംബപരമായിട്ട് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ തീർന്നുണ്ടായിരുന്നു. പുള്ളിന്റെ അടുത്ത് അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷിയാസ് ബാബു ആണ് അദ്ദേഹത്തിന്റെ സ്കിന്ന് റിസൾട്ട് കണ്ടതാണ് അല്ലെ നിങ്ങൾ ഇവിടെ വരാൻ കാരണം. അദ്ദേഹം ഇവിടെ വെങ്ങാട് വരാൻ കാരണം എന്നെ ഒരു 4 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു അദ്ദേഹം കണ്ടിരുന്നത്. അതുപോലെ തന്നെ എന്റെ സ്കിന്നായിരുന്നു ഇത് ഏകദേശം ഒരു 4 വർഷം മുന്നേ. അപ്പോൾ എന്റെ ഇപ്പോൾ കാണുന്ന ഈ സ്കിന്നിലേക്കുള്ള മാറ്റാണ് അദ്ദേഹം ഈ വെങ്ങാട് ന്യൂട്രീഷൻ സെന്ററിൽ വരാനുള്ള കാരണം. അദ്ദേഹം ജിമ്മ് നടത്തുന്ന ആളാണ്, ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ്, ഏകദേശം സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഹെൽത്തില് പോഷകാഹാരത്തിന്റെ അനിവാര്യത ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു.